ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് മാർക്കിംഗ് മീഡിയ ഈസ് യൂസ്ഡ് ഫോർ റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ് വിത്ത് ഓക്സിഡൈസ്ഡ് സർഫസ്. അതായത് റഫ് ഫോർജിങ് കാസ്റ്റിംഗ് ഉപയോഗിക്കുന്ന മാർക്കിംഗ് മീഡിയ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് വാഷാണ് റഫ് വർക്കിന് കാസ്റ്റ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഞ്ചിനീയറിംഗ് സ്റ്റീൽ റൂൾ ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ 10 mm, 15 mm, 1 mm, 0.5 mm. ദി റീഡിംഗ് അക്യുറസി ഓഫ് ദി സ്റ്റീൽ റൂൾ ഈസ് ഡാഷ്. സ്റ്റീൽ റൂളിൻ്റെ അക്യുറസി എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എത്രയാണ്? 0.5 mm ആണ് അക്യുറസി. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്രൈബർ ആർ മെയ്ഡ് ഓഫ് ഡാഷ്. സ്ക്രൈബർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ട്. ഏത് മെറ്റീരിയലാണ്? ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ട്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് മോസ്റ്റ് യൂസ്ഡ് ടാൻഡം സർഫസ് ഓൺ വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പുകളിൽ ബേസ് ആയിട്ടുള്ള സർഫസ് എവിടെ തൊട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എവിടെ നിന്ന്? സർഫസ് പ്ലേറ്റ് തൊട്ടാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്യുറസി ഓഫ് ഔട്ട്സൈഡ് കാലിബർ. കാലിബറിൻ്റെ അക്യുറസി എത്രയാണ്? 0.5 mm. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോയിന്റ് ആംഗിൾ ഓഫ് ഡോട്ട് പഞ്ച് ഫോർ മാർക്കിൻ വിറ്റ്നസ് മാർക്ക്. അതായത് വിറ്റ്നസ് മാർക്ക് ചെയ്യുന്ന ഡോട്ട് പഞ്ചിൻ്റെ പോയിന്റ് ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. എത്രയാണ്? 60 ഡിഗ്രിയാണ്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ യൂണിവേഴ്സൽ സർഫസ് ഗേജ് വേർ ഈസ് ദി സ്പിൻഡിൽ ഈസ് അറ്റാച്ച്ഡ് ഓൺ ഡാഷ്. അതായത് യൂണിവേഴ്സൽ സർഫസ് ഗേജിനകത്ത് സ്പിൻഡിൽ എവിടെയാണ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? റോക്ക് റാമിനകത്താണ് സ്പിൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർഫസ് പ്ലേറ്റ് ആർ മെയ്ഡ് ഓഫ് ഡാഷ്. സർഫസ് പ്ലേറ്റ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചാൽ ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ കൊണ്ടാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ആംഗിൾ ഓഫ് വി ഗ്രൂ ഇൻ വി ബ്ലോക്ക്. വി ബ്ലോക്കിൻ്റെ വി ഗ്രൂയുടെ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ 90 ഡിഗ്രി. ബി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് പാർട്ട് ഓഫ് ദി കോമ്പിനേഷൻ സെറ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് ആൻഡ് ചെക്ക് 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ആംഗിൾ. അതായത് കോമ്പിനേഷൻ സെറ്റിലെ 90 ഡിഗ്രിയും 45 ഡിഗ്രി ആംഗിളും മാർക്ക് ചെയ്യണോ, മെഷർ ചെയ്യണോ, ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടിൻ്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. എന്താ അതിൻ്റെ പേര്? അതിൻ്റെ ഉത്തരം ഡി ആണ് സ്ക്വയർ ഹെഡ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറലി വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് എ ഹാമർ ഹെഡ്. അതായത് ഹാമറിൻ്റെ ഹെഡ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചത്. ഏത് മെറ്റീരിയലാണ്? ഡ്രോപ്പ് ഫോർജ്ഡ് കാർബൺ സ്റ്റീൽ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ദ വെയ്റ്റ് ഓഫ് ഹാമർ ഈസ് ഷോ ഓൺ. അതായത് ഹാമറിനകത്ത് വെയ്റ്റ് ഇത്ര kg അല്ലെങ്കിൽ ഇത്ര LBS എന്നുള്ള വെയ്റ്റ് ഒരു സ്ഥലത്ത് കൊത്തിവെച്ചിട്ടുണ്ടാവും. അത് എവിടെയാണ് കൊത്തിവെച്ചിട്ടുണ്ടാകുക എന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീകിനകത്താണ് അത് കാണപ്പെടുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് എബൌട്ട് ട്രൈ സ്ക്വയർ. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ശരിയായ പ്രസ്താവന അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ടു യൂസ്ഡ് മെഷർ ദ ഫ്ലാറ്റ്നസ്, ടു ചെക്ക് ദി സ്ക്വയർനെസ്, ടു സെറ്റ് എ വർക്ക് പീസ് റൈറ്റ് ആംഗിൾ, ടു യൂസ് മാർക്ക് 90 ഡിഗ്രി. ശരിയായ ഉത്തരം എ ആണ്, ടു യൂസ് മെഷർ ഫ്ലാറ്റ്നസ്. ഫ്ലാറ്റ്നസ് മെഷർ ചെയ്യാൻ പറ്റില്ല ട്രൈ സ്ക്വയർ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ലെഗ് വൈസ്. ലെഗ് വൈസ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജെന്നി കാലിപ്പർ ഈസ് യൂസ്ഡ് ടു ഡാഷ്. ജെന്നി കാലിപ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ ഫോർ ഫൈൻഡിങ് ദി സെൻറ്റർ ഓഫ് റൗണ്ട് ബാർ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ബേസ് യൂണിറ്റ് ഓഫ് ലെങ്ത് ഇൻ SI സിസ്റ്റം ഈസ് ഡാഷ്. SI സിസ്റ്റത്തിൻ്റെ ബേസ് യൂണിറ്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എത്രയാണ് ബേസിന് ലെങ്ത്? മീറ്ററിലാണ് പറയുക. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഏതാണ്? ബിവൽ പ്രൊട്ടക്ടറാണ് ഡയറക്റ്റ് ആയിട്ട് ആംഗിൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 inch ഈക്വൽ ടു ഡാഷ് mm. 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര mm ആണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ്. 25.4 mm ആണ് 1 ഇഞ്ച് എന്ന് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്യുറസി ഓഫ് ബിവൽ പ്രൊട്ടക്ടർ ഈസ് ഡാഷ്. ബിവൽ പ്രൊട്ടക്ടറിൻ്റെ അക്യുറസി എത്രയാണെന്ന് വെച്ചാൽ 5 minutes ആണ്. സി ആണ് കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് സിംഗിൾ കട്ട് ഫയൽ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ സിംഗിൾ കട്ട് ഫയലിൻ്റെ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് പ്രസ്താവനകളൊന്നാണ്. ദി ടീത്ത് ആർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 16 ഡിഗ്രി ഫോർ യൂസ് ഫയൽ സോഫ്റ്റ് മെറ്റീരിയൽ ഫയലിന് യൂസ് ചെയ്യുന്നു. സിംഗിൾ കട്ട് ഫയൽ റോ ഓഫ് ടീത്ത് ഓഫ് കട്ട് ഓൺ വൺ ഡയറക്ഷൻ അക്രോസ് ഇറ്റ്സ് ഫേസ്. അതായത് ടൂത്തുകൾ കൊണ്ട് ഒരു ഡയറക്ഷനിൽ മാത്രം കട്ട് ചെയ്തിട്ടുണ്ടാകും. ഈ മൂന്നും ശരിയായ പ്രസ്താവനയാണ്. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. ആൾ ഓഫ് എബോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ദ ഹാൻഡ് ഫയൽ. ഹാൻഡ് ഫയലിൻ്റെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ റോങ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് സിമിലർ ടു ദി ഫ്ലാറ്റ് ഫയൽ, ദി എഡ്ജ് അലോങ് ദി വിഡ്ത്ത് ഓഫ് ദിസ് ഫയൽ പാരലൽ ടു 2/3 ഓഫ് ദ ലെങ്ത് ആൻഡ് ദെൻ ടാപ്പർ, ദി ഫേസ് ആർ ഡബിൾ കട്ട്. ശരിയായ ഉത്തരം 1ഉം 2ഉം തെറ്റാണ്. ഈ 1ഉം 2ഉം തെറ്റാണ്. 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ലെറ്റർ ഈസ് ഡിനോട്ട് ഷെല്ലാക്ക് ബോണ്ട് ഓൺ ദ ഗ്രൈൻഡിംഗ് വീൽ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. വിച്ച് ലെറ്റർ ഈസ് ഡിനോട്ടഡ് ഷെല്ലാക്ക് ബോണ്ട് ഓൺ ഗ്രൈൻഡിംഗ് വീൽ. ഗ്രൈൻഡിംഗ് വീലിലെ ബോണ്ടുകളുണ്ടല്ലോ, അതിൽ ഷെല്ലാക്ക് ബോണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം ലെറ്റർ ഇ ആണ്. ഷെല്ലാക്ക് ബോണ്ടിന് ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഫയൽ ഈസ് യൂസ്ഡ് ഫോർ ഫിനിഷിംഗ് ഓട്ടോമൊബൈൽ ബോഡി ആഫ്റ്റർ ബെൻഡിങ്. കറക്റ്റാണ്. ടിങ്കർ ഫയലാണ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ലെങ്ത് ഓഫ് ദി ഹാക്സോ ബ്ലേഡ് ഈസ് മെഷേർഡ് ഫ്രം ഡാഷ്. ഹാക്സോ ബ്ലേഡിൻ്റെ ലെങ്ത് എവിടെ മുതൽ എവിടം വരയ്ക്കാണ് മെഷർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം സെൻറ്റർ ഓഫ് 1 point ഹോൾ ടു സെൻറ്റർ ഓഫ് അതർ പിൻ ഹോൾ. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേപ്പ് ചിസൽ ഈസ് ആൾസോ നോൺ ആസ് ഡാഷ്. കേപ്പ് ചിസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് കേപ്പ് ചിസൽ എന്നാൽ ക്രോസ് കട്ട് ചിസലിനെയാണ് കേപ്പ് ചിസൽ എന്ന് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടാപ്പ് ഈസ് യൂസ്ഡ് ടു ഫിനിഷ് ദി ത്രെഡ് ഓഫ് ബ്ലൈൻഡ് ഹോൾ ടു കറക്റ്റ് ഡെപ്ത്. അതായത് കറക്റ്റ് ഡെപ്തിൽ നമ്മുടെ ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റുന്ന ടാപ്പിൻ്റെ പേരേത് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതാണ് ബോട്ടിംഗ് ടാപ്പാണ് അതിനോട് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി പോയിൻറ്റ് ആംഗിൾ ഓഫ് ട്വിസ്റ്റിൽ ഫോർ ജനറൽ പർപ്പസ്. ജനറൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ട്വിസ്റ്റിലിൻ്റെ പോയിൻ്റ് ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. 118 ഡിഗ്രി. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി യൂസ് ഓഫ് റാച്ചറ്റ് സ്റ്റോപ്പ് ഇൻ മൈക്രോമീറ്റർ. അതായത് മൈക്രോമീറ്ററിൽ റാച്ചറ്റ് സ്റ്റോപ്പ് പറഞ്ഞ ഡിവൈസിൻ്റെ ആവശ്യകത എന്ത് അല്ലെങ്കിൽ യൂസ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം മെയിൻറ്റെയിൻ യൂണിഫോം മെഷറിംഗ് പ്രഷർ. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ലീസ്റ്റ് കൗണ്ട് ഓഫ് വെർനിയർ കാലിപ്പർസ് ഈക്വൽ ടു ഡാഷ്. അതായത് വെർനിയർ കാലിപ്പറിന് ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഉത്തരം സി ആണ്. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് വാല്യൂ ഓഫ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി സൈസ് ഓഫ് വെർനിയർ ഹൈറ്റ് ഗേജ് ഈസ് സ്പെസിഫൈഡ് ബൈ ഡാഷ്. അതായത് വെർനിയർ ഹൈറ്റ് ഗേജ് ഉണ്ടല്ലോ, അതിൻ്റെ സൈസ് സ്പെസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് അതിൻ്റെ ലെങ്ത് ഓഫ് ദ ബീമിൻ്റെ ലെങ്ത് അനുസരിച്ച് സ്പെസിഫൈ ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദി ടേം ഓഫ് ദി ആൾജിബ്രിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ സൈസ് ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ബേസിക് സൈസ്. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു ഷാഫ്റ്റിൻ്റെ സൈസ് മുതൽ കറസ്പോണ്ടിങ് ബേസിക് സൈസ് വരേക്കുള്ള ഡിഫറൻസിന് പറയുന്ന പേരെന്ത് എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ഡീവിയേഷൻ എന്നാണ് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ വെർനിയർ ബിവൽ പ്രൊട്രാക്ടർ ദ വാല്യൂ ഓഫ് ഈച്ച് ഡിവിഷൻ ഓഫ് വെർനിയർ സ്കെയിൽ ഈസ് ഡാഷ്. വെർനിയർ സ്കെയിലിൻ്റെ ഓരോ ഡിവിഷൻ എന്ന് പറയുന്നതാണ് 1 ഡിഗ്രി 55 മിനിറ്റ്സ് ആണ്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പ്ലഗ് ഗേജ് വിച്ച് ഹാസ് ഇറ്റ്സ് ഗോ ആൻഡ് നോ ഗോ സൈസ് ഇൻ സെയിം എൻഡ് ഇറ്റ്സ് നോൺ ആസ് ഡാഷ്. അതായത് പ്ലഗ് ഗേജിൻ്റെ ഗോയും നോ ഗോ സൈസും ഒരേ പോർഷനിലാണുള്ളത്. അതിന് എന്ത് ടൈപ്പ് പറയുന്നു? പ്രോഗ്രസീവ് പ്ലഗ് ഗേജ് എന്നാണ് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്യാപ്പ് ബിറ്റ്വീൻ മീറ്റിംഗ് പാർട്സ് ഈസ് ചെക്ക്ഡ് ബൈ ഡാഷ്. അതായത് രണ്ട് മീറ്റ് ചെയ്യുന്ന പാർട്സിൻ്റെ ഗ്യാപ്പ് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരെന്താണ്? ഫീലർ ഗേജ് ആണ്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബുഷസ് ആർ ജനറലി പ്രൊവൈഡഡ് ഇൻ എ ജിഗ് ടു ഡാഷ്. അതായത് നമ്മുടെ ജിഗിനകത്ത് ബുഷസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനാ? ഗൈഡ് ദി ടൂളിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ കൗണ്ടർ സിങ്കിങ് ഹെഡ് സ്ക്രൂ ആൻഡ് ഡിബറിങ് ആംഗിൾ ഈസ് ഡാഷ്. അതിൻ്റെ ആംഗിൾ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് 90 ഡിഗ്രിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ഗ്രൈൻഡിങ് വീൽ റീസ്റ്റോർ ദി കറക്റ്റ് കട്ടിംഗ് ആക്ഷൻ ഓഫ് ദി വീൽ ആൻഡ് റിമൂവ് ദി ക്ലോഗ്സ് ഓൺ ദി സർഫസ് ഓഫ് വീൽ ഈസ് കാൾഡ് ഡാഷ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രൈൻഡിങ് വീൽ ഉണ്ടല്ലോ, ഗ്രൈൻഡിങ് വീലിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യും, ഡസ്റ്റുകളും അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തതിൻ്റെ പാർട്സുകളൊക്കെ എവിടെ നിന്നുണ്ടാവും, അതിൻ്റെ മേലെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും. അത് ഫിനിഷ് ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിനെ ഡ്രസ്സിങ് എന്നാണ് പറയുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് എ ഫിറ്റ് വിച്ച് മേ സംടൈം പ്രൊവൈഡ് എ ക്ലിയറൻസ് ആൻഡ് സംടൈം ഇൻ്റർഫറൻസ്. വിച്ച് ക്ലാസ് ഓഫ് ഫിറ്റ് ഈസ് ദിസ്? അതായത് ക്വസ്റ്റ്യൻ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഫിറ്റിനകത്ത് ചില സമയത്ത് ക്ലിയറൻസും ചില സമയത്ത് ഇൻ്റർഫറൻസ് ഫിറ്റും പറ്റും അല്ലേ. അത് ഏത് ടൈപ്പ് ഫിറ്റാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ഫിറ്റ് എന്നാണ് അതിന് പറയുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എ സ്ക്രൂ ത്രെഡ് ദിസ് സർഫസ് ജോയിനിങ് ഓഫ് ക്രസ്റ്റ് ആൻഡ് റൂട്ട് ഈസ് കാൾഡ് ഡാഷ്. അതായത് നമ്മുടെ ത്രെഡിനകത്ത് ക്രസ്റ്റും റൂട്ടും ചേർന്ന് നിൽക്കുന്ന പോയിൻ്റ് എന്താ പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാങ്ക് എന്നാണ് അതിന് പറയുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നക്കിൾ ത്രെഡ് ഈസ് മോഡിഫൈഡ് ഫോം ഓഫ് ഡാഷ്. നക്കിൾ ത്രെഡ് പറഞ്ഞാൽ എന്തിൻ്റെ മോഡിഫൈഡ് ഫോം ആണെന്നാണ് പറയുന്നത്. സ്ക്വയർ ത്രെഡിൻ്റെ മോഡിഫൈഡ് ഫോമാണ് നക്കിൾ ത്രെഡ്. എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വാഷർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോക്കിംഗ് ദി നട്ട് വിച്ച് ആർ ലോക്ക്ഡ് നിയർ ദി എഡ്ജ് ഓർ കോർണർ. അതിൻ്റെ ആൻസർ ടാബ് വാഷറാണ് അതിൻ്റെ യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോയിങ് എബൌട്ട് വുഡ് റഫ് കീ. അതായത് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് എ സെമി സർക്കുലർ കീ, ദിസ് ഈസ് എ പെർട്ടിക്കുലർലി യൂസ്ഡ് ഓൺ ടാപ്പേഡ് ഫിറ്റിംഗ് ഓൺ ദ ഷാഫ്റ്റ്, ദിസ് ഈസ് എ പാരലൽ കീ വിത്ത് റൗണ്ട് എൻഡ്. ശരിയായ പ്രസ്താവന ഈ രണ്ടെണ്ണമാണ്, 1ഉം 2ഉം മാത്രം ശരിയായ പ്രസ്താവന. സോ ആൻസർ ഏതാണ്? എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഇൻ എ റിവറ്റിംഗ് ഓപ്പറേഷൻ ഫ്രം ദി ഫൈനൽ ഷേപ്പ് ഓഫ് റിവറ്റ്. അതായത് റിവറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫൈനലായിട്ട് ഷേപ്പ് കിട്ടില്ലേ, അത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പേര് ഏതാണ്? അതിന് റിവറ്റ് സ്നാപ്പാണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഹെഡ് ഓഫ് ദി സോൾഡറിങ് അയൺ ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. അതായത് സോൾഡറിങ് അയണിൻ്റെ ഹെഡ് ഉണ്ടല്ലോ, അത് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഫോർജ്ഡ് കോപ്പർ കൊണ്ട് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദി ഫോളോയിങ് വിച്ച് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഫാസ്റ്റനർ ഈസ് യൂസ്ഡ് ഓൺ എ ഹെവി ഡ്യൂട്ടി മെഷീൻ. ഹെവി ഡ്യൂട്ടി മെഷീൻ യൂസ് ചെയ്യുന്ന ബെൽറ്റ് ഫാസ്റ്റനർ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതാണ് ലെഗറൽ ടൈപ്പ് ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗിയർ ക്യാൻ കാൾഡ് ഹെയറിംഗ് ബോൺ ഗിയർ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹെയറിംഗ് ബോൺ ഗിയർ എന്ന് പറഞ്ഞാൽ ഏതാണ് എന്നാണ് അതിൻ്റെ ഉത്തരം ഡബിൾ ഹെലിക്കൽ ഗിയറുകളെ നമ്മൾ എന്ത് പറയുക? ഈ ഹെയറിംഗ് ബോൺ ഗിയർ എന്ന് പറയുന്നത്. ഡി ആണ് കറക്റ്റ് ആൻസർ. ഇൻ എ ബ്രേസിംഗ് ഫില്ലർ റോഡ് ഈസ് മെയ്ഡ് ഓഫ് ഡാഷ്. ബ്രേസിന് ഫില്ലർ ലോഡ് ഏത് മെറ്റീരിയൽ കൊണ്ടുണ്ടായിരിക്കുന്നത്? ബ്രാസ് കൊണ്ടാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ.